ഹായ് വെൽക്കം ടു ഓട്ടോ സ്പേസ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം കനകക്കുന്ന് പാലസ് ഗ്രൗണ്ടിലാണ്. ഇന്ന് ഇവിടെയുള്ള ആളുകളോട് അവരുടെ ഫേവറേറ്റ് കാർസിനെ പറ്റി ചോദിച്ചറിയാം. എന്തുകൊണ്ടാണ് ഈ വണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം? കുറച്ച് സ്പേസ് വേണമായിരുന്നു, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പേസ് വേണമായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെയല്ലേ നോക്കുന്നത്, വണ്ടി എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേരുന്നതല്ലേ. ആൻഡ് ഇവിടെയുള്ള ആളുകളോട് നമുക്ക് അവരുടെ ഫേവറേറ്റ് ബൈക്സിനെ പറ്റി ചോദിക്കാം. ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന 220 പൾസർ ആണ്. സോ ഈ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും വണ്ടികൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? നെഗറ്റീവായിട്ട് പവർ കുറച്ച് കുറവാണ്. ബാക്കിലിരിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്കിയെല്ലാം മോശമില്ല. യോണിക് ഹോണ്ട ആകുമ്പോൾ അതിൻ്റെതായ ഗുണമുണ്ടല്ലോ. കയറാനും ഇറങ്ങാനും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു വണ്ടിയല്ല, അതൊരു സ്പോർട്ടീവ് ആണെങ്കിൽ കൂടി തന്നെ. ഹായ് ബ്രോ. ഓക്കെ, പേരെന്താണ്? ഓക്കെ, ഇത് ബ്രോയുടെ വണ്ടിയാണോ? ഓക്കെ, അപ്പൊ വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാനുള്ള ഒരു കാരണം? ഇഷ്ടപ്പെട്ട വണ്ടിയാണോ? ഇഷ്ടപ്പെട്ട വണ്ടിയാ. പിന്നെ ഒരു റേസിംഗ് ബൈക്ക്, റേസിംഗ് മോഡലിനോടായിരുന്നു താല്പര്യം. അച്ഛന് ഇഷ്ടമുള്ള വണ്ടി, അച്ഛൻ അങ്ങനെ എടുത്തത്. ഓക്കെ, അച്ഛന് കൊച്ചിലെ തൊട്ട് റോയൽ എൻഫീൽഡിനോട് ഭയങ്കര താല്പര്യം. അടിപൊളി വണ്ടിയാണല്ലോ. വണ്ടി കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. എന്താ സ്വന്തം വണ്ടിയാണോ അതോ? അല്ല, ഇതെന്റെ സുഹൃത്തിന്റെ വണ്ടിയാണ്. പുള്ളി കൊണ്ടുകൊടുക്കാനായിട്ട് ഞാൻ എടുത്തത്. അതെ, ഇഷ്ടപ്പെട്ട് ഓടിക്കുന്ന വാഹനമാണോ? ഇത് വളരെ ഇഷ്ടമാണോ? പുള്ളി വളരെ ഇഷ്ടപ്പെട്ടെടുത്തൊരു വാഹനമാണ്. സുഹൃത്ത് വളരെ ഇഷ്ടപ്പെട്ടെടുത്ത വാഹനമാണ്. സുഹൃത്ത് വളരെ ഇഷ്ടപ്പെട്ടെടുത്ത. ഞാനൊക്കെ കാറാണെങ്കിൽ വാഗനറാണ്, ബൈക്കാണെങ്കിൽ യൂണിക്കോൺ. എങ്ങനെയുണ്ട് ബൈക്ക്? ബൈക്ക് കുഴപ്പമില്ല, ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തതാണ്. എനിക്ക് നിലവിൽ ഹുണ്ടയുടെ തന്നെ സാൻഡ്രോ ഉണ്ട്, പിന്നെ ഹുണ്ടയുടെ വെന്യൂ ഉണ്ട്. ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന 220 പൾസർ ആണ്. സ്പ്ലെൻഡർ മാത്രമാണോ യൂസ് ചെയ്യുന്നത് ബൈക്സിൽ? ബൈക്കും കാറും യൂസ് ചെയ്യണം. ബൈക്സിൽ ഏറ്റവും ഇഷ്ടം ഉള്ള വെഹിക്കിൾ ഏതാണ്? മൈലേജ് ഇതാണ്. റെനോൾട്ടിന്റെ കിഡ് ആണ്. ക്യൂഡ് ആണുള്ളത്. ഓക്കെ, അപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണോ? വേറെ ആ ഒരു ബഡ്ജറ്റിൽ ഇഷ്ടപ്പെട്ടെടുത്താണ്. ടൂ വീലർ ഉണ്ടായിരുന്നു, അതിപ്പോ എടുക്കുന്നില്ല, ഇങ്ങനെ വീട്ടിലിരിപ്പ. പിന്നെ ഫോർ വീലർ ആണ്. ഫോർ വീലർ ഒരു സ്വിഫ്റ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ജോലി ചെയ്യുന്നിടത്ത് ഒരു മെഴ്സിഡീസിന്റെ ഈ ക്ലാസ്. സോ ഈ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും വണ്ടികൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടായിരുന്നു ക്രേസ് അല്ല. ഇപ്പോഴും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇത് ഫാമിലി ആയിട്ട് എടുത്തപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടം, അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. ഞങ്ങൾ ആദ്യം പോയത് മാരുതിയുടെ ഷോറൂമിലാണ്. മാരുതിയുടെ വാഗണറും അതുപോലെ ആൾട്ടോയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനും എനിക്ക് കംഫർട്ടും ഓടിക്കാൻ സുഖവും ഒരു കംഫർട്ട് ഫീലിങ്ങും. ഇപ്പം വണ്ടി തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെല് ചെയ്യണ വാഹനം മാരുതിയുടെ തന്നെയാണ്. പക്ഷേ അതിനൊരു കാരണം എന്ന് വെച്ചാൽ മൈലേജ് ഒക്കെ നോക്കിയാൽ, പക്ഷെ നമ്മുടെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും അല്ലെങ്കിൽ പെർഫോമൻസും എല്ലാം കൊണ്ടും എനിക്ക് ടൈഗർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് മുമ്പ് തന്നെ ഹാരിയർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ഹാരിയർ എന്റെ ഫ്രണ്ടിന്റെ ആയിരുന്നു. പിന്നെ അംബാസിഡർ ഒക്കെയാണ് നോക്കിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഓടിച്ച് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിലേക്ക് എത്താൻ കാരണം? എന്റെ ബഡ്ജറ്റ് അതായിരുന്നു, ബേസിക്കലി അതായിരുന്നു. പിന്നെ എന്റെ മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ഓൾട്ടോ എടുക്കുക അല്ലെങ്കിൽ ക്വിഡ് എടുക്കുക. എനിക്ക് സ്പേസ് കൂടുതൽ വേണം, അതേപോലെ മൈലേജ് കൂടുതൽ വേണം. ഓട്ടിച്ച് നോക്കിയിട്ട് ഒരു സുഖം തോന്നിയത് എനിക്ക് ആൾട്ടോനേക്കാൾ ക്വിഡിലാണ്. ഈ സി ക്ലാസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. സി ക്ലാസ് ഇച്ചിരി വലിപ്പം കുറവാണ് ഈ ക്ലാസിനെക്കാട്ടും. അതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് തന്നെ വരാൻ? ഇതിപ്പോ നല്ല സ്റ്റൈലാണ് കാണാൻ, വണ്ടി നല്ല ഭംഗിയാണ്. നമ്മൾ ഒരു സി ക്ലാസും ഈ ക്ലാസും കണ്ടാൽ ഭയങ്കര ഡിഫറൻസ്. അത് നന്നായി നോക്കുന്ന ഒരു നീളമുണ്ട് നന്നായിട്ട്. പിന്നെ നമുക്ക് വണ്ടി റോഡിൽ കൂടെ പോകുന്ന കാണാൻ ഒരു ഭംഗിയാണ്. പിന്നെ ഗ്രില്ലൊക്കെ നല്ല ക്രോമിയം ഗ്രില്ലാണ്. നമുക്ക് എത്ര ദൂരെ നോക്കിയാലും വണ്ടിക്ക് അട്രാക്ഷൻ. പിന്നെ ടെയിൽ ലാമ്പൊക്കെ നല്ല വീതിയുള്ളതാണ്. ഞാൻ ഓടിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഹോണ്ടയുടെ CBR 250 ആണ്. അത് ഇപ്പോഴല്ല ഓടിച്ചത്, അത് ഇറങ്ങിയ സമയത്ത് 2012 കോളേജിൽ പഠിച്ച ആ സമയത്ത് ഇറങ്ങിയ വണ്ടിയിൽ അത്യാവശ്യം ധൂമൊക്കെ സിനിമയൊക്കെ ഇറങ്ങിയതിനൊക്കെ ശേഷം വന്ന വണ്ടിയാണല്ലോ. അപ്പോൾ ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്താണ്? ഈ വണ്ടി നോർമൽ റൈഡ് ഓക്കെയാണ്. പിന്നെ നല്ല ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ അതിന് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ BS6 മോഡലായതിന്റെ സൗണ്ടിന് വലിയ എടുക്കില്ല, പക്ഷെ ബാക്കിയെല്ലാം ഓക്കെയാണ്. അതിന്റെ ഇപ്പൊ ഇരിക്കുന്ന സീറ്റിംഗ് ക്വാളിറ്റി ആണെങ്കിലും ഓക്കെയാണ്. സീറ്റിംഗ് ക്വാളിറ്റി എല്ലാം ഓക്കെ. അതിന്റെ സൈസാണ് കംഫർട്ടബിൾ ആണ്. പിന്നെ ഹൈറ്റ് കുറവാണ്, അത് ഓടിക്കാനുള്ളൊരു കംഫർട്ടാണ്. ഹുണ്ടയെന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്പനിയല്ല, കൊറിയൻ കമ്പനിയാണ്. കുറച്ചുകൂടി കംഫർട്ടും കുറച്ചുകൂടി ഓടിക്കാൻ സുഖവും കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ഉണ്ട്. റോളിലേക്ക് പറഞ്ഞു തരാം. അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ മാത്രമേ പറ്റൂ. അതാണ് ബുള്ളറ്റിന്. എനിക്ക് റൈഡിങ് കംഫർട്ട് ഉണ്ട്, പിന്നെ പുതിയ വാഹനം കൂട്ടിയിട്ടില്ലേ, അപ്പൊ അതിന്റെ ഒരു മനസ്സുകൊണ്ട് ഒരു അട്രാക്ഷൻ തോന്നി. ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇഷ്ടപ്പെടാത്ത ഇപ്പോ സൈലൻസർ ഇതാണ്. പിന്നെ നല്ല സമയം ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ സീറ്റിന് നല്ല ബാക്ക് പെയിൻ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹീറ്റ്
ബ്രേക്ക് കാരണം ഓഫാണ്. നെഗറ്റീവായിട്ട് പവർ കുറച്ച് കുറവാണ്, ബാക്കിയെല്ലാം മോശമില്ല. യോണിക് ഹോണ്ട ആകുമ്പോൾ അതിൻ്റെതായ ഗുണമുണ്ടല്ലോ. ഈ കീ ഇടുന്നതിലും എടുക്കുന്നതിലും മാത്രമേ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുള്ളൂ. മേ ബി ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സർവീസ് ആവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന രൂപയ്ക്ക് പറയുന്ന വിലയ്ക്ക് ഇത് കൊള്ളാം, കുഴപ്പമില്ല. ഒരു നമുക്കിപ്പോൾ ഒരു ഹിമാലയൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കാം. ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇഷ്ടപ്പെടാതെ വരുന്ന മാരുതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി മൈലേജ് കുറവ് വരും. അതാണ് ഒരു നെഗറ്റീവ് എന്ന് പറയാൻ ഉള്ളത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇപ്പൊ വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ചോദിക്കും, ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ പറ്റിയൊക്കെ കേട്ടു. ഇലക്ട്രിക് വാഹനങ്ങൾ ശരിക്കും ഞാൻ ആർക്കും പ്രപ്പോസ് ചെയ്തില്ല. ഒന്നാമത് നമുക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ കംഫർട്ടാണ് പ്രധാനപ്പെട്ടത്. അതാണ് ഒരാൾ കാറിൽ പോകുന്നത് സമയം ലാഭിക്കാൻ, പിന്നെ നമ്മുടെ കംഫർട്ടാണ്. ഇപ്പം പെട്രോൾ തീർന്നാൽ ഒരു ടാങ്കിൽ പോയി പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് ഒഴിക്കാം. ഇത് ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ഒന്ന് ചാർജ് തീർന്നു, ഷോർട്ട് സർക്യൂട്ട് ആയ ചാർജ് പോകും. ഇപ്പോൾ വെള്ളത്തിലൊന്ന് ഇറങ്ങിപ്പോയി, നമ്മൾ പോകുന്ന സ്ഥലത്ത് അമിതമായിട്ട് വെള്ളമുള്ള സ്ഥലത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ വണ്ടിക്കകത്ത് വെള്ളം കയറി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും. ഡിസ്ചാർജ് വരും. ഡിസ്ചാർജ് വന്നാൽ എവിടെ ഇത് ചാർജ് ചെയ്യും പിന്നീട്? അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇപ്പോൾ രണ്ടും ഉണ്ടല്ലോ, ഇലക്ട്രിക്കും ഉണ്ട് ഫ്യൂവലും ഉണ്ട്. അപ്പം അത് നല്ലതാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ നല്ലതാണ്. ഇലക്ട്രിക് വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരാളോട് എന്തായിരിക്കും ഒരു സജഷൻ? ഈ ടാറ്റയൊക്കെ നല്ല കമ്പനിയാണ്, വലിയ ഈ ട്രക്കുകൾക്കൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു കാർ എന്ന നിലയിൽ ടാറ്റ ഇനിയും പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മളെ ഞാൻ നല്ലതാണെന്ന് നമ്മളെ പ്രൂവ് ചെയ്യാനുണ്ട്. ടാറ്റ ഒരു മാർക്ക് ഇടുവാണെങ്കിൽ ഇപ്പോഴും ഒരു 100-ൽ 40 മാർക്കേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. ടാറ്റ ഒരു കാർ എന്ന നിലയിൽ ഡെവലപ്ഡ് ആയിട്ടില്ല. ടൊയോട്ടയൊക്കെ ഒരു ഇലക്ട്രിക് കാർ ഇറക്കുവാണെങ്കിൽ നമ്മളത് സജസ്റ്റ് ചെയ്യും. ടൊയോട്ടയോ അല്ലെങ്കിൽ ഈ കിയായോ ഈ ഹണ്ടയോ അങ്ങനത്തെ ഉള്ള നിലവിൽ നോക്കുമ്പോൾ ഇലക്ട്രിക് വാഹനോട് വലിയ താല്പര്യമില്ല, അങ്ങനെ സജസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അതുപോലെ ചാർജിങ് സ്റ്റേഷനുകൾ വേണം, നല്ല കപ്പാസിറ്റി. ഈ ബാറ്ററിയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ആദ്യം വണ്ടി വാങ്ങിക്കുമ്പം ആ കിട്ടുന്ന അത്രയും ചാർജ് പിന്നെ അവർ സ്റ്റോർ ചെയ്യത്തില്ല. ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വലിയ തുകയല്ലേ, നമ്മൾ അതൊന്നും ചിന്തിക്കത്തില്ല. നമ്മൾ ആദ്യം ഈ കമ്പനികൾ അഡ്വർടൈസ് ചെയ്യുന്നത് അതിൻ്റെ ആദ്യത്തെ കാര്യങ്ങളല്ലേ. ഒരു വണ്ടി വാങ്ങി 25 കിലോമീറ്റർ പറയുന്നത് ആ വണ്ടി എടുക്കുന്ന സമയത്താണ് 25 കിലോമീറ്റർ. 5 വർഷം കഴിഞ്ഞ് എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഇലക്ട്രിക് സെഗ്മെന്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഒരു പ്രീമിയം കാറ്റഗറി എന്ന് പറയാൻ പറ്റുന്ന ഒരു ലുക്ക് കൊണ്ടുവന്നാൽ പഞ്ച് EV ആണ്. ആ ഒരു റേഞ്ചും കാര്യങ്ങളും അതേപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5 EV is a better option. അതുകൊണ്ട് അതിനോട് താല്പര്യമുണ്ട്. ഓക്കെ, അതാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ പോകുന്ന ആളുകളോട് വേറെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പലർക്കും പല ഒപ്പീനിയനാണ്. ഇപ്പോൾ ഞാൻ EV എടുക്കുന്നെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അളിയ ഇലക്ട്രിക് വാഹനം എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി മാറ്റാൻ വരും, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം നമുക്ക് ലോങ് ട്രിപ്പിനൊന്നും പോകാൻ പറ്റില്ല, നിൻ്റെ കയ്യിലിരിക്കുന്ന പോലത്തെ അല്ല. പക്ഷേ ഇലക്ട്രിക് വാഹനം കൊണ്ട് എനിക്ക് ലോങ് ട്രിപ്പ് പോയിട്ടുണ്ട് ഞാൻ ഒരു തവണ. ലൈക്ക് ടാറ്റയുടെ തന്നെ നെക്സോൺ EV ഉണ്ട്, ഞങ്ങളൊരു തവണ പോയിട്ടുണ്ട്. ശബരിമലയ്ക്കൊക്കെ പോയ ടൈമിൽ അതാണ് യൂസ് ചെയ്തത്. പക്ഷേ അത് നമുക്ക് ലോങ് ഡ്രൈവിന് പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. കുറച്ച് ടൈം നമ്മൾ നോർമൽ വാഹനത്തിൽ പോകുന്നതിനേക്കാളും കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കംഫർട്ട് തന്നെയാണ്. ഇലക്ട്രിക് വാഹനം കുറേ പേര് പറയുന്നുണ്ട് ഇപ്പോൾ 400 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുമെങ്കിലും പകുതി വെച്ച് നിന്ന് പോവും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തൽക്കാലം ഇലക്ട്രിക് വാഹനങ്ങളോട് ഒരു താല്പര്യമില്ല. ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? അതല്ലെങ്കിൽ സ്വപ്ന വാഹനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? RC200 എടുക്കണമെന്നുണ്ട്. ഡ്രീം വെഹിക്കിൾ റോയൽ എൻഫീൽഡ് ഹണ്ടർ ആണ്. BMW ആണ്. അതെ, അതിലേക്കുള്ള യാത്രയാണല്ലേ, അത് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വാഹനം എടുക്കണം എന്നുള്ള ആഗ്രഹം വന്നത്? പ്രീമിയം കാർ എന്നതുകൊണ്ട്. അത് മാത്രമല്ല, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, ലൈക്ക് ഒരു റോക്കറ്റ് ഇരിക്കുന്ന എന്നുള്ള ഒരു ഫീൽ കിട്ടും. അതുകൊണ്ടാണ് ആ ഒരു വണ്ടിയോട് ഒരു താല്പര്യം തോന്നുന്നത്. ബുള്ളറ്റ് ഡ്രൈവർ എന്ന് പറയുന്ന പോലാണ് ഈ മെർസിഡീസിന്റെ കാര്യം. നമ്മൾ ഒരിക്കലും മെർസിഡീസ് ഉപയോഗിച്ചാൽ പിന്നെ അത് തന്നെ ആയിരിക്കും. അതല്ലാതെ വേറെ മറ്റൊരു സ്വപ്ന വാഹനം ഉണ്ട്. സ്വപ്ന വാഹനം റേഞ്ച് റോവർ ഒക്കെ സ്വപ്നം. പക്ഷെ ഭയങ്കര നമുക്കൊന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറ്റത്തില്ല. അല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് ഞാൻ എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം 3-3.5 കോടി രൂപയൊക്കെയാ ഒരു സ്പോർട്സ് വണ്ടിക്ക്. പക്ഷെ അതിനോടൊക്കെ താല്പര്യമുണ്ട്, ഭയങ്കര താല്പര്യം. ഒരു ലോട്ടറി അടിക്കുവോ വലിയ എന്തെങ്കിലും ഒരു മാജിക് ജീവിതത്തിൽ നടന്ന ഉറപ്പായിട്ടും. കാരണം വണ്ടി എനിക്ക് പണ്ട് തൊട്ട് ഒരു ക്രൈസ് ആണ്, എടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. വേറെ ഡ്രീം ബൈക്കാണ്. സാൻഡ്രോ എടുത്തപ്പോൾ അതിന് തൊട്ട് കുറച്ചുകൂടി കൂടിയ വെന്യൂ എടുത്തു. അങ്ങനെ കുറച്ചുകൂടി കൂടി എടുക്കാൻ അപ്പൊ വെന്യൂ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ക്രെട്ട എടുക്കാനൊരു പ്ലാൻ ഉണ്ട്, ഹുണ്ടയുടെ തന്നെ. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എടുക്കാനൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ സുപ്ര. ഓക്കെ.
എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണ്? അത് നമ്മളെ ലെജൻഡ് പോൾ വാക്കർ ആണ്. സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാറ എന്നാണ് തോന്നുന്നത്. അത് ഓടിച്ചു നോക്കണം. അത് നോക്കണം, താല്പര്യം. താല്പര്യം. ഓക്കെ, അങ്ങനെ നടക്കട്ടെ. സന്തോഷം. ശരി, താങ്ക് യു. താങ്ക് യു.